ഒരു 9 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് മുട്ട വേണ്ടതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അത് ഇതുപോലെ കട്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് മുട്ടയുടെ മഞ്ഞക്കരു മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. എന്നിട്ട് ഈ മുട്ടയുടെ വെള്ളം വീണ്ടും കട്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ 2 പീസായാലും മതി. ഞാൻ 4 പീസാണ് ആക്കുന്നത്. മൊത്തത്തിൽ അങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഉടച്ചെടുത്താൽ മതി. മൊത്തത്തിൽ അങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. നന്നായി ഉടയണം, കട്ടയൊന്നും ഉണ്ടാവരുത്. അതും നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് 2 കപ്പോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 9 മുട്ടയായതുകൊണ്ടാണ് 2 കപ്പ് മൈദ. നിങ്ങൾ മുട്ടക്കനുസരിച്ചിട്ട് മൈദ എടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല, ചിക്കൻ മസാല ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ചെറിയ പീസാക്കി കട്ടാക്കിയത് കൂടി ഇട്ട് കൊടുത്തിട്ട് സാധാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കണം. കുറച്ച് ടൈറ്റിൽ വേണം കുഴക്കാൻ വേണ്ടിയിട്ട്. അയവുണ്ടാവാനേ പാടില്ല. കുറച്ച് ടൈറ്റ് തന്നെ കുഴക്കണം. മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി എടുക്കണം എല്ലാം കൂടിയിട്ട് ഇതുപോലെ. ഇനി നമുക്ക് അതും മൂടി വെച്ച് കൊടുക്കാം. ഒരു തവയിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായാൽ അതിലേക്ക് 2 വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത് ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. അതിൽ നിന്ന് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവുണ്ടായാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. മൊത്തത്തിൽ അങ്ങ് വഴറ്റിയെടുക്കണം. ഇനി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റോളം മൂടി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് വാടിക്കിട്ടും. മൂടി തുറന്ന് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിയില ചെറിയ പീസാക്കി കട്ടാക്കിയത്. മൊത്തത്തിൽ അങ്ങ് ഇളക്കി യോജിപ്പിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. ഇനി മൂടി തുറന്ന് ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു മാറ്റി വെച്ചിട്ടില്ലേ, അത് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഉള്ളി മസാലയും മഞ്ഞക്കരുവിലും കൂടിയിട്ട് മൊത്തത്തിൽ അങ്ങ് മിക്സാക്കി കിട്ടണം. എല്ലാം കൂടി നന്നായി യോജിപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഇനി ആറിയ ശേഷം ഓരോ ഉരുളിയായി എടുത്തിട്ട് ബോൾ ഷേപ്പാക്കി എടുക്കാം. എത്രയാണ് മുട്ടയുള്ളതെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം ഈ ബോൾ ഷേപ്പാക്കി എടുക്കാൻ. അല്ലെങ്കിൽ മസാല ഉണ്ടാവില്ല, മുട്ട മാത്രം ബാക്കിയാവും. അതുകൊണ്ട് എണ്ണത്തിനനുസരിച്ചിട്ട് തന്നെ ബോൾ ഷേപ്പാക്കി എടുക്കാൻ നോക്കണം. ഇനി ഓരോ മുട്ടയുടെ വെള്ളയിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരുവിൻ്റെ മസാലയില്ലേ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ടൈറ്റായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം. ഓരോ മുട്ടയുടെ വെള്ള എടുത്തിട്ട് ഈ മഞ്ഞക്കരുവിൻ്റെ മസാല അതിലേക്ക് ടച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ മുറിയും ആക്കാം. 4 മുറി ആക്കണം എന്നൊന്നുമില്ല. എല്ലാം കൂടി അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് കലക്കി വെച്ച മൈദയിലേക്ക് ഒരു 5-6 പീസ് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി തിളച്ചാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം. ഇനി ഓരോ മസാല കൂട്ടെടുത്തിട്ട് ഈ മൈദയിലേക്ക് കവർ ചെയ്ത് കൊടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 5-6 പീസ് അങ്ങനെ ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ അങ്ങനെ ചെയ്ത് കൊടുക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മൂടി വെച്ച് കൊടുക്കാം. മുട്ടയുടെ എന്തുണ്ടാക്കുമ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മൂടി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ചിലപ്പോഴൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇനി മൂടി തുറന്ന് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ലൈറ്റ് ബ്രൗൺ നിറമായ വേണ്ടു. എല്ലാം കൂടി ഓരോന്നായിട്ട് അടർത്തി കൊടുക്കണം. ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഹൈ ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആകരുത്. ഇനി മൂടി തുറന്ന് ഇത് നമുക്ക് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. ഒരു തുള്ളി എണ്ണ കുടിക്കില്ല. നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1/4 മുറി ആക്കുന്നതുകൊണ്ട് പ്രത്യേക ടേസ്റ്റാണ്. വലിയ സ്നാക്സ് ഒന്നും അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അതാണ് 4 മുറി ആക്കുന്നത്. ഇങ്ങനെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. മൊത്തത്തിൽ അങ്ങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് പഴയകാല സ്നാക്സാണ്. ഞാൻ ഈ വീഡിയോ മാത്രം ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇട്ടത്. താങ്ക് യു. അസ്സലാമു അലൈക്കും.